ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൻ്റെ ഡെവലപ്മെൻറ്റുകളാണ്. ഇപ്പം ട്രംപ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു ഐലൻഡ് ഉണ്ട്, ഇറാൻ്റെ ഒരു ഐലൻഡ്. ആ ഐലൻഡാണ് ഏറ്റവും കൂടുതൽ കാർഗ് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. ഈ കാർഗ് ഐലൻഡിൽ ഏതാണ്ട് 90% അവരുടെ ഓയിൽ സപ്ലൈ അവിടെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവിടെ വലിയ തോതിൽ ജനവാസമില്ല, കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. പരമാവധി ഈ ഓയിൽ ഡിപ്പോയുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ്. പിന്നെ അവരുടെ ഫാമിലി, അതിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ കാർഗ് ഐലൻഡിനെ കൈയടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പദ്ധതി ഇടുന്നതായിട്ട് പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ കാർഗ് ഐലൻഡ് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ഏരിയ ഉണ്ട്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്ക കീഴടക്കണം എന്നുണ്ടെങ്കിൽ കുറേ ചെക്ക് പോയിന്റ്സ് ഉണ്ട് അവിടെ. ആ പോയിന്റുകളെല്ലാം അമേരിക്ക കീഴടക്കേണ്ടി വരും. എൻ്റെ ഡൗട്ട് അതല്ല, ഇവർ ഇറാനിൽ നിന്നും അകന്ന് കിടക്കുന്ന കുവൈറ്റിൻ്റെ ബേസ് ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മനാമ ബഹ്റൈനിലെ ബേസ് ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഉടനീളം ഗൾഫ് മേഖലകളിൽ പൂർണ്ണമായിട്ടും ഇറാൻ്റെ മിസൈലുകളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ ഇറാൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ കാർഗ് ഐലൻഡ് പോയി കൈവശപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ട് എനിക്കുണ്ട്. എൻ്റെ ഡൗട്ട് മാത്രമാണ്. ഒരു പക്ഷേ അമേരിക്കയ്ക്ക് വേറെ ഏതെങ്കിലും ബദൽ പ്ലാനുകൾ ചിലപ്പം അവരുടെ കൈവശം ഉണ്ടായിരിക്കാം. അതുപോലെ യുറേനിയം 460 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം അവരുടെ പക്കലുണ്ട്. അതും തെരഞ്ഞു പിടിച്ച് അതിൻ്റെ ലൊക്കേഷൻ സ്പോട്ട് ചെയ്ത് അതിനെ സീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇവർ സ്വീകരിക്കുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. ഈ 2 മിഷനാണ് ഇപ്പം പ്രാഥമികമായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചെടുത്തിരിക്കുന്ന തീരുമാനമായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തി ഈ നടക്കുന്ന യുദ്ധത്തിൽ പാരവയ്ക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്റ്റാവോ പെട്രോ, പുള്ളിക്കാരൻ ട്രംപിനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിൽ ചെന്നിട്ട് പറയുകയാണ്, ഈ നെതന്യാഹു ഇല്ലേ, പുള്ളിയെ നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങളെ പെരുവഴിയിൽ കൊണ്ട് ഇറക്കി വിടും. ഇപ്പം നിങ്ങളെ മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധത്തിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ആരാണ് കാരണം? നെതന്യാഹു ആണ് കാരണം. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പറയുന്ന മാതൃകയിൽ നിങ്ങൾ തുള്ളാൻ നിൽക്കരുത്, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ഗുസ്റ്റാവോ പെട്രോ. അതിന് ട്രംപ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ യുദ്ധം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ചെടുത്ത് തീരുമാനിച്ച് മുന്നിട്ടിറങ്ങി ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും, യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ അവസാനിപ്പിക്കും. ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, മനോഹരമായിട്ടുള്ളൊരു മറുപടിയാണ് ട്രംപ് കൊടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം ഞാൻ ഈ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് എത്ര ഏരിയ കവർ ചെയ്താലാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് മാപ്പ് വെച്ച് തന്നെ ഞാൻ പറയാം, കാരണം ഈ മാപ്പ് വെച്ച് പറഞ്ഞാൽ മാത്രമേ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കൺവേ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയുന്ന ഈ കുവൈറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഏറ്റവും മുകളിൽ ആ പോയിന്റിൽ ഞാൻ വേണമെങ്കിൽ ഒരു ആരോ മാർക്ക് ഇട്ട് കാണിക്കാം. അവിടെ മഷാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. മഷാർ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൽ റിഫൈനറി, ഇത് ഇവരുടെ ഒരു മെയിൻ ഓയിൽ റിഫൈനറിയാണ്. ഇവർ പൊതുവേ ഇവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി കുറവാണ്, പക്ഷേ ഇവർ എഞ്ചിനീയറിംഗ് വർക്കിന് വേണ്ടിയിട്ടും അതേപോലെ മറ്റുള്ള ഇതര സപ്പോർട്ടിംഗ് സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഷാർ ഓയിൽ റിഫൈനറി ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെയാണ് അവരുടെ റിപ്പയറിംഗ് വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പകരം ഇപ്പോൾ താഴെ ഈ കാർഗ് ഐലൻഡാണ് ഏറ്റവും കൂടുതൽ ഇറാൻ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇറാനിൽ നിന്നും എണ്ണ എടുക്കുന്ന കംപ്ലീറ്റ് ഷിപ്പും ഇവിടെയാണ് പോകുന്നത്, കാർഗ് ഐലൻഡ്. ഇത് ശരിക്കും ഈ മഷാർ എന്ന് പറഞ്ഞ ആ ഓയിൽ റിഫൈനറിയുടെ തൊട്ട് താഴെ നെക്സ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ആ ഒരു ഐലൻഡാണിത്. 90% ഓഫ് ഇറാനിയൻ ഓയിൽ എക്സ്പോർട്ട് ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ബുഷർ ഉള്ളത്. ഈ ബുഷറിൽ വൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബുഷറിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബുഷർ നമുക്ക് വിട്ടുകളയാം. ഈ കാർഗ് ഐലൻഡ് ഹാൻഡിൽ ചെയ്യുന്നത് 1.3 to 1.6 മില്യൺ ബാരൽ പെർ ഡേ ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഈ കാർഗ് ഐലൻഡിൽ. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ ബുഷറും കഴിഞ്ഞിട്ട് കുറച്ച് തൊട്ട് താഴെ ജാം എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കൊടുത്തിട്ടില്ല. ഈ ജാം എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഇവരുടെ മറ്റൊരു കൻഗൻ ഗ്യാസ് പ്രോസസ്സിംഗ് കോംപ്ലക്സ് ഉള്ളത്. കൻഗൻ ഗ്യാസ് പ്രോസസ്സിംഗ് കോംപ്ലക്സ്. ഇവിടെ നിന്നാണ് 70% ഇറാന്റെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്, ഈ കൻഗൻ ഗ്യാസ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നും. ഇപ്പം ഇതും ഈ സൈഡിൽ തന്നെയാണുള്ളത്. ഇറാന്റെ മൊത്തം ഇലക്ട്രിസിറ്റി ഉപയോഗത്തിൻ്റെ 2/3 ഭാഗം ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ കൻഗൻ എന്ന് പറയുന്ന ഏരിയ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇറാന്റെ 70% ഇലക്ട്രിസിറ്റി മുടങ്ങും. അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഏരിയ ആണിത്. ആ ലൊക്കേഷൻ്റെ പേരാണ് ജാം എന്ന് വിളിക്കുന്നത്. അതിന് തൊട്ട് താഴെ അസൈലുയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ അസൈലുയയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 100% ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഗ്യാസ് കയറ്റുമതി ചെയ്യുന്നത്
ഈ അസൈലിയ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്നാണ് ഗ്യാസ് കയറ്റുമതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ പാർസിയാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിൻ്റെ തൊട്ടടുത്തൊരു ഐലൻഡ് ഉണ്ട്, ലാവൻ ഐലൻഡ്. ഈ ലാവൻ ഐലൻഡ് അഡീഷണൽ ഓയിൽ ടെർമിനലാണ്. എങ്ങനെയാണോ കാർഗ് ഐലൻഡ് പ്രവർത്തിക്കുന്നത് അതേ പ്രവൃത്തി തന്നെയാണ് ഈ ലാവൻ ഐലൻഡും ചെയ്യുന്നത്, ഓയിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. എക്സാക്ട്ലി ആ കർവിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉള്ളിലാണ് ഇത് ഇരിക്കുന്നത്, വെളിയിലല്ല, ഔട്ട്സൈഡിലല്ല. അതുപോലെ അതിന് തൊട്ട് താഴെ കുറച്ച് ഉള്ളിലായിട്ട്, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് അടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒത്ത നടു ഭാഗത്ത്, അതിൻ്റെ ഒത്ത മധ്യത്തിൽ, ആ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഐലൻഡ്, സിറി ഐലൻഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സിറി ഐലൻഡിന് ശരിക്കും അഡീഷണൽ ഓയിൽ എക്സ്പോർട്ട്, ഈ സിറി ഐലൻഡും അഡീഷണൽ ഓയിൽ എക്സ്പോർട്ടിൻ്റെ ഒരു ഹബ്ബായിട്ട് തന്നെയാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, സിറി ഐലൻഡ്. അത് കഴിഞ്ഞിട്ട് ഈ ക്വാഷം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും ഇവരുടെ മിലിറ്ററി സംവിധാനങ്ങളുണ്ട്, അവിടെ എയർബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ ക്വാഷം എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം അടിച്ച് തുളച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ബന്ദർ അബ്ബാസും ഇപ്പം പ്രവർത്തിക്കുന്നില്ല. അവിടെയും ആക്രമണം നടത്തി തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഈ ബന്ദർ അബ്ബാസിലും. ഈ ബന്ദർ അബ്ബാസിൽ പ്രധാനമായിട്ടും 85 to 90% ഇറാന്റെ ഉള്ളിലേക്കും ഇറാനിൽ നിന്നും പുറത്തേക്കും പോകുന്ന കമോഡിറ്റി കണ്ടെയ്നേഴ്സ്, മറ്റുള്ള ഓയിൽ ഇതര പ്രോഡക്റ്റുകളുണ്ടല്ലോ, ചരക്ക് ഗതാഗതം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും അവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനുമുള്ള ഫെസിലിറ്റിയുള്ള 85 മുതൽ 90% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഇവിടെയാണ് നടക്കുന്നത്. ഇൻക്ലൂഡിങ് ഇറാന്റെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വരെ ഇവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതെല്ലാം ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. അതും കൂടി നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കണം. ഒമാന്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ജാസ്ക് എന്ന് പറഞ്ഞ ടെർമിനൽ. ഇതും ഓയിൽ ടെർമിനൽ തന്നെയാണ്. ഇത് കാർഗ് ഐലൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. കാർഗ് ഐലൻഡ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മേഖലകൾ കൃത്യമായിട്ട് കവർ ചെയ്യണം അമേരിക്കയ്ക്ക്. അല്ലാതെ വെറുതെ ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഞങ്ങൾ 4 ദിവസം കൊണ്ട് റെഡിയാക്കി കൈ തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് അൺബിലീവബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ എണ്ണ വില ശരിക്കും 100 കടന്ന് $110 പെർ ബാരലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നിരവധി രാജ്യങ്ങൾക്ക് ഗുണമുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ പ്രൈസ് ഉയർന്നിട്ട് കാര്യമില്ല. ഈ എണ്ണ കയറ്റി അയക്കാൻ സാധിക്കണം. സൗദി അറേബ്യ ഇപ്പുറത്തൂടെ പൈപ്പ് ലൈൻ റെഡിയാക്കിയിട്ട് റെഡ് സീയിലൂടെ ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ കയറ്റുമതി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ എണ്ണ വില ഇടിയുന്നത് കൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്, പാകിസ്ഥാനിൽ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും, ഇതാ UK വരെ ഇപ്പം എണ്ണ ഷോർട്ടേജ് ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. UK നിന്ന് വാർത്ത കാണുന്നവരുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ എണ്ണ വിലയെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ട്രംപ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയിരിക്കുന്നത്, ഷോർട്ട് ടേം ഓയിൽ പ്രൈസസ് വിച്ച് വിൽ ഡ്രോപ്പ് റാപ്പിഡ്ലി വെൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇറാൻ ന്യൂക്ലിയർ ത്രെറ്റ് ഈസ് ഓവർ. ഇറാന്റെ മേലുള്ള ഈ ന്യൂക്ലിയർ ത്രെറ്റ് ഭീഷണി മാറുന്നതോടുകൂടി ഓയിൽ പ്രൈസ് ബാക്ക് ടു ദ നോർമലിലേക്ക് വന്നോളും, അതിനെക്കുറിച്ച് വലിയ രീതിയിൽ വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന് എണ്ണ അടിക്കാനുള്ള പൈസ ഉണ്ടായിരിക്കും, അത് അടിക്കാനില്ലാത്ത പാവങ്ങൾ കുറേ ഉണ്ട്. ഈ $110 എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ മണിയിൽ അത് കണക്കൂട്ടി കഴിഞ്ഞാൽ അത് വലിയ ഭീമമായിട്ടുള്ള തുകയാണ് ഒരു ബാരലിന് കൊടുക്കേണ്ടി വരുന്നത്. ഇതൊക്കെ ട്രംപിന് ചിന്തിക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് ട്രംപ് ഇങ്ങനെ എഴുതും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ട്രംപ് വീണ്ടും എഴുതിയിരിക്കുകയാണ്, ഇറ്റ്സ് എ വെരി സ്മോൾ പ്രൈസ് ടു പേ ഫോർ USA ആൻഡ് വേൾഡ് സേഫ്റ്റി ആൻഡ് പീസ്, ഓൺലി ഫൂൾസ് വുഡ് തിങ്ക് ഡിഫറൻ്റ്ലി. പ്രസിഡന്റ് DJT ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. ഇത് ചെറിയ പൈസയാണ്, ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അമേരിക്കയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ആയിക്കോട്ടെ, ഇത് പേ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നുമില്ല. തൽക്കാലം നിങ്ങളിത് പേ ചെയ്ത് പോവുക. പിന്നെ ഈ മന്ദബുദ്ധികളെ പോലെ നിങ്ങൾ ചിന്തിക്കരുത്, സംസാരിക്കരുത്, പെരുമാറരുത് സ്നേഹപൂർവ്വം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇങ്ങനെയാണ് പുള്ളിക്കാരൻ കുറിച്ചിരിക്കുന്നത്. ട്രംപിന് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ കുറിച്ച് പോവാം. ട്രംപിനെ നമ്മൾ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ്. ശരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഴുതേണ്ടത് ഇങ്ങനെയല്ല. ഓയിൽ പ്രൈസ് കൂടുന്നതിൽ ആശങ്കയുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്യും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോക്സി റെജീമിനെതിരെ യുദ്ധം നടത്തുമ്പോൾ ചില സാക്രിഫൈസുകൾ പലരും ചെയ്യേണ്ടി വരും. ഇതെല്ലാം തന്നെ തീവ്രവാദത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ ഈ പ്രോക്സികളെയൊക്കെ ചൂണ്ടിക്കാണിക്കാം, വളരെ വൃത്തിയായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും ബുദ്ധിപരമായിട്ട്. പക്ഷേ ട്രംപ് ഇങ്ങനെയേ കുറിക്കുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ട്രംപിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇനി നമ്മൾ അതിനകത്ത് കയറി പറഞ്ഞിട്ട് കാര്യമില്ല, ട്രംപ് ഇങ്ങനെ എഴുതും. കാരണം ട്രംപ് ജീവിച്ചിരുന്നതെല്ലാം വളരെ ലക്ഷറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് ഇങ്ങനെ കുറിക്കാനേ പറ്റൂ. ട്രംപിന് ആ ലെവലിൽ നിന്ന് താഴോട്ടുള്ള ആൾക്കാരെ ചിന്തിച്ച് നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ആ മൈൻഡിന് ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാനോ അത്തരത്തിലുള്ള പാവങ്ങളെക്കുറിച്ചുള്ള ചിന്തയൊന്നും ട്രംപിനില്ല. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശരിക്കും 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഈ മാപ്പിൽ. ഈ സ്പോട്ടുകളാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. ഏറ്റവും ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഇഷ്ഫഹാനാണ്. ഇഷ്ഫഹാനെ ടാർഗറ്റ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത്. അവിടെയാണ് ഈ എൻറിച്ച്ഡ് യുറേനിയം ശേഖരിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള നിഗമനം
ആ ഒരു നിഗമനത്തിന്റെ പേരിലാണ് ഇസ്ഫഹാനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇറാന്റെ ഒരു വാർഷിപ്പാണ് നിന്ന് കത്തുന്നത്. അമേരിക്കയാണ് ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസ് തുറമുഖത്തിന്റെ ജസ്റ്റ് തൊട്ടടുത്താണ് ഈ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നത്. സനദജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്രായേലിന്റെ ആക്രമണമാണ്. IRGCയുടെ ഓഫീസുകൾക്ക് നേരെ നടത്തിയ അറ്റാക്കാണിത്. അമേരിക്ക ആണെങ്കിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്ന് നടത്തിയത്. അതിൽ മൊബൈൽ യൂണിറ്റ് IRGCയുടെ മൊബൈൽ യൂണിറ്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. അതായത് ഇവരുടെ കോൺവോയ് പോകുമ്പോഴത്തേക്കും ആ കോൺവോയുടെ മേളിൽ തന്നെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തൊട്ടടുത്ത് ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ നിന്ന് ഡെബ്രിയൊക്കെ തെറിച്ച് വന്ന് വാഹനങ്ങളുടെ മേളിലൊക്കെ തെറിച്ച് അതിൻ്റെ ചില്ലൊക്കെ പൊട്ടി. അത്തരത്തിൽ ഒരുത്തൻ നിന്ന് അലറിക്കൊണ്ട് വീഡിയോ എടുത്തിട്ട് പോവുകയാണ്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെ IRGCയെ തെരഞ്ഞു പിടിച്ച് ആക്രമണം നടത്തുകയാണ് അമേരിക്ക. കട്ടക്കലിപ്പിലാണ്. അതേസമയം ഈ IRGC മൊബൈൽ യൂണിറ്റുകളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെന്ററിന്റെ മേളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അറ്റാക്കാണ് ഞാനവിടെ വെച്ചിരിക്കുന്നത്. امروز یک شنبه 17 اسفند امان نفت شهرهای അമേരിക്ക തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ ഉടനീളം നടത്തുകയാണ്. അതുപോലെ ഓയിൽ റിഫൈനറികളെ ഇവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇല്ല, ഒരു ഓയിൽ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിപ്പോയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. തെഹ്റാന്റെ ഉള്ളിൽ നോർത്തേൺ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഓയിൽ ഡിപ്പോ മാത്രമാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി രാജ്യത്തിന്റെ ഉള്ളിലുള്ള എണ്ണശേഖരങ്ങൾ ഒന്നും തന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എണ്ണപ്പാടങ്ങൾ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇറാൻ ആണെങ്കിൽ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇറാഖിന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാഖിന്റെ അമേരിക്കൻ ബേസിനെ തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇറാഖിന്റെ സൈഡിൽ അമേരിക്ക ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഇറാൻ എടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലാണ് ഇറാഖിന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാഖിലാണെങ്കിൽ പൂർണ്ണമായിട്ടും എണ്ണ വിപണി നിലച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുവൈറ്റിൽ ഇന്നലെ ശരിക്കും പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം മാൽ ഫംഗ്ഷൻ കൊണ്ട് ആ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം അതിൽ നിന്ന് തന്നെ സെൽഫായിട്ട് മിസൈലുകൾ വിന്യസിക്കുകയും അത് കുവൈറ്റിന്റെ റെസിഡൻഷ്യൽ ഏരിയയിൽ വരെ പോയി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. മാൽ ഫംഗ്ഷൻ ഇത് ഇറാൻ നടത്തിയ അറ്റാക്ക് അല്ല, ഇത് അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം സ്വയം പരാജയപ്പെട്ട് മിസൈൽ വിന്യസിക്കുകയാണ് ചെയ്തത്. അതുപോലെ ബഹ്റൈനിൽ മനാമയിൽ ഒരു ആക്രമണം നടത്തിയതായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിന് നേരെ ക്ലസ്റ്റർ വാർഹെഡ് അയച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്ത് വന്നതുപോലെ 15 ദിവസത്തെ യുദ്ധം നടത്താനല്ല ഇറാൻ നിൽക്കുന്നത്. ഇറാൻ കോംപ്രമൈസ് ആഗ്രഹിക്കുന്നില്ല. ഇറാൻ 6 മാസത്തെ യുദ്ധം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പാർലമെന്റിലെ സ്പീക്കറാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 10 ദിവസമായല്ലോ, അവരിവിടെ വന്നിട്ട് കുറെ സ്ഥലങ്ങളിലേക്ക് ബോംബിട്ടത് കൊണ്ട് ഇറാൻ ഇല്ലാതാവില്ല. 15 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ യഥാർത്ഥ ആക്രമണം തുടങ്ങും. അപ്പോൾ കാണിച്ചു തരാം ഇറാൻ ആരാണെന്ന്. ഞങ്ങൾ ഗ്യാപ്പ് വിട്ട് തന്നെ അറ്റാക്ക് നടത്തും. മിനിമം 6 മാസം ഞങ്ങൾ മിസൈൽ അയച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഒരു മെസ്സേജും കൂടിയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ നല്ല ടെൻസ്ഡ് ആണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നലെ രാത്രി 3 തവണയാണ് അറ്റാക്ക് ഉണ്ടായത്. അതിൽ 30ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതിൽ ഈ ക്ലസ്റ്റർ ബോംബ് ഇട്ടതിൽ 1-2 സ്ഥലങ്ങളിൽ ടെല്ലവീവിൽ ഈ മിസൈൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഫ പോർട്ട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഹൈഫ പോർട്ടിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഹെസ്ബുള്ളയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇന്നലെ പാകിസ്ഥാന്റെ അസീം മുനീർ സൗദി അറേബ്യയിൽ പോയി MBSനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ വന്നു. ഇനി ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് നിലപാടെടുക്കും ഇറാനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. ഇറാൻ ഇന്നലെ സൗദി അറേബ്യക്കുള്ളിൽ ആക്രമണം നടത്തി 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അമേരിക്ക സൗദി അറേബ്യയിലെ പ്രത്യേകിച്ച് റിയാദിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. സ്കോട്ട്ലാൻഡിൽ വലിയ കെട്ടിടം, അതിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി. ഇത് തീവ്രവാദ ആക്രമണമാണോ എന്താണെന്ന് അറിയത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇന്നലെ നോർവേയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. സ്കോട്ട്ലാൻഡിൽ ഇപ്പോൾ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് IRGCയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക, നിങ്ങളുടെ രാജ്യം നിങ്ങളെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ, ഞങ്ങൾ അതിഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്താൻ വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ടോളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാനിൽ നിന്നും IRGCയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തമാശയാണോ ഇല്ലെങ്കിൽ ഇത് സീരിയസ് ആണോ എന്നുള്ളത് ഇനിയിപ്പോൾ ഇറാൻ്റെ മിസൈൽ വന്ന് വീണതിന് ശേഷം നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.